ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ഞായറാഴ്ച ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും കാലത്ത് പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. മോന് പാട്ട് ക്ലാസ്സിന് പോകാനുണ്ട്. എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കണം. കാരണം എല്ലാ ദിവസവും ജിമ്മിന് പോകേണ്ടതുകൊണ്ട് അറിയാലോ, ആ സമയത്ത് രാവിലെ എണീക്കണം. ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ചിന്തിച്ചത് കേട്ടോ. ആദ്യം എഴുന്നേറ്റ് ഞാൻ പുറത്ത് അടുപ്പൊക്കെ കത്തിച്ചു കഴിഞ്ഞു, ചുക്കുവെള്ളം ചൂടാക്കി വെച്ചു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ, പാത്രങ്ങൾ, ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ എടുക്കാം. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, അരി കഴുകിയിടാണ് കേട്ടോ. ഈ അരി കഴുകിയിടാൻ വേണ്ടി അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ കഷ്ണങ്ങളൊക്കെ തലേന്നേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തിരക്കിലാവില്ല, കുറച്ചൊന്ന് ഉറങ്ങിപ്പോയാലും സാരമില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. പിന്നെ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ചൂടാക്കിയപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കുടിച്ചില്ല, കുറേശ്ശെ ഞാനങ്ങനെ കുടിച്ചു തീർക്കും കേട്ടോ. അങ്ങനെ അരി കഴുകിയിട്ടു കേട്ടോ. അരി കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം ഗ്യാസിൽ വേഗം വെക്കാന്നുള്ള തീരുമാനമില്ല, അടുപ്പിലേക്ക് തന്നെ കത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കുറച്ച് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റത്. കാരണം നമുക്ക് ഗ്യാസ് കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ വേഗം വേവുന്ന അരി ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതിലേക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കുള്ള ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ബ്രൗൺ റൈസാണ്, അതും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുട്ടിനെ നോക്കുകയാണ്. ഒന്നും കാത്തു നിൽക്കുന്നില്ല, ഒക്കെ വേഗം ചെയ്യാണ് കേട്ടോ. അപ്പോൾ പുട്ടിന് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ, എങ്കിലും ഞാൻ വേഗം പണിയൊക്കെ ചെയ്ത് തീർത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പുട്ടിന് കുഴച്ച് ആദ്യത്തെ സെറ്റ് പുട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള പുട്ട് റാഗി പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുപയർ കറിയും പുട്ടുമാണ്. അപ്പോൾ ചെറുപയറൊക്കെ തലേന്നേ പുതിർത്തി വെച്ചിട്ടുണ്ട്, രാത്രി പുതിർത്ത് വെച്ചു. അപ്പോൾ അരി ഏകദേശം ഒന്ന് നല്ലോണം തിളച്ചപ്പോൾ ഞാൻ അതിൻ്റെ ആ കാളവ ഭാഗത്തേക്ക് അരി എടുത്ത് വെച്ചിട്ടോ. അവിടെ നല്ല തീ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് തന്നെ വെന്തോളൂ അത്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ചെറുപയർ അടുപ്പത്ത് വെച്ചു. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതും അവിടെ അടച്ചു വെച്ചിട്ടോ. ഒക്കെ ഞാൻ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് കേട്ടോ. കുറേ കാര്യങ്ങൾ, പുട്ടും ഒരു ഉപ്പേരി മാത്രമാണ് ഞാൻ ഗ്യാസിൽ നിന്ന് വെച്ചത്. ബാക്കിയെല്ലാം ഞാൻ എന്താ ചെയ്തത്, അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ആദ്യത്തെ പുട്ട് ആവിയൊക്കെ കയറി അത് വെന്ത് വന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു പറയോ, ഒന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി, കൂട്ടാനിൽ ഉള്ളിയും പച്ചമുളകും ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പുട്ടിൻ്റെ പൊടി കൂടെ, നനച്ച് വെച്ച പുട്ടിൻ്റെ പൊടിയും കൂടെ അതിലിട്ട് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഞാൻ ചെറുപയറും ഉപ്പും മഞ്ഞളും എല്ലാം ഇട്ടുള്ളൂ, ഉള്ളിയും പച്ചമുളകും ഇടാൻ മറന്നുപോയി. അപ്പോൾ അതിട്ട് വന്നു. പിന്നെ എനിക്കുള്ള മുത്താറി കുഴച്ചു, ആ പുട്ടിൻ്റെ കൂടെ തന്നെ വെച്ചു കേട്ടോ. കാരണം കുഴപ്പമില്ലല്ലോ, അപ്പോൾ ഒരുമിച്ചാവുമല്ലോ. പിന്നെ 2-3 പ്രാവശ്യമൊന്നും ആക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ അരിപ്പുട്ടിൻ്റെ കൂടെ തന്നെ ഈ മുത്താറിപ്പുട്ടും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അതും അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പോയി. അതിന് ശേഷം കുക്കറിൽ ഞാൻ എന്ത് ചെയ്തു പറയുക, വേഗം കുക്കറിൽ വേവിച്ചെടുക്കുക. കൂർക്കിലോണ്ട് ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കൂർക്കിലോണ്ട് ഉപ്പേരി വെക്കുന്നതുകൊണ്ട് ഞാൻ ഒരു വിസിൽ ഞാൻ കുക്കറിൽ വരുത്തിയിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്നും മെഴുക്ക് വരട്ടി പോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല വെക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ചെറുപയർ ഏകദേശം വെന്ത് തുടങ്ങിയിട്ട് പുതിർത്ത് വെച്ചുകൊണ്ട് വേഗം വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കി. ഒരു തേങ്ങ മാത്രമേ അരച്ചുള്ളൂ, ഒരു തേങ്ങ മാത്രമേ അരച്ചുള്ളൂ. പിന്നെ തലേന്നേ എല്ലാം ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉച്ചത്തേക്ക് മോരുകറിക്കുള്ളതാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പം അത് ഞാൻ അരച്ച് പാർന്നു, അതിലേക്ക് അരച്ചൊഴിച്ചു കേട്ടോ കൂട്ടാൻ. അങ്ങനെ കൂട്ടാൻ റെഡിയായി. കുറച്ച് കരുവേപ്പില ഇട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ അമ്മ വിളിച്ചതായിരുന്നു, മോഹനേട്ടൻ്റെ ഫോണിലാണ് ഞാൻ അമ്മേനെ വിളിച്ചത്. അപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മേനോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് നമ്മുടെ കൂട്ടാൻ ഏകദേശം റെഡിയായിണ്ടേ. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും വാങ്ങിയിട്ട് ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യൂ, ആ തീയിലേക്ക് ആ ചോറ് ഒന്നും കൂടെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ വെക്കുമ്പോഴേക്കും അത് വെന്തോളുമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഏകദേശം പകുതി വേവോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും അവിടെ കിടന്നിട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. കറിയായി. പിന്നെ കറിയൊക്കെ ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇന്ന് കർമൂസ, അതായത് പപ്പായ മോരുകറിയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ അത് വെക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കൂർക്കയിലെ ഉപ്പേരി വെക്കുന്നത്. സാധാരണ ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ. ഒന്നിക്ക് തേങ്ങ ഇട്ട് വറവിടും, അല്ലാന്നുണ്ടെങ്കിൽ മെഴുക്ക് പുരട്ടിയാക്കും, അല്ലെങ്കിൽ കായോ കോവക്കയൊക്കെ ഇട്ടിട്ടാണ് വെക്കുക. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇത് അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പപ്പായ
അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പപ്പായ ഒത്തിരി ഒരു മധുരമുള്ള പപ്പായയാണ്. പപ്പായയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് അടുപ്പത്തേക്ക് വെച്ചു. അതിന് അരപ്പ് എന്ന് പറഞ്ഞാൽ ജീരകം തേങ്ങ പച്ചമുളകൊക്കെ കൂടെ അരപ്പുമാക്കി അതും അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, മുറ്റടിക്കാൻ പോയിട്ടോ. മോഹനേട്ടൻ ഒരു ഭാഗത്ത് മുറ്റടിച്ച് തന്നിട്ടുണ്ട്, ഞാനൊരു ഭാഗത്ത് പോയി മുറ്റമൊക്കെ അടിച്ചു. പിന്നെ തലയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ എണ്ണയൊക്കെ ഇട്ട ശേഷം ബാക്കി വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി അവിടെ വെച്ചു കേട്ടോ. അപ്പം ഏകദേശം ആവുന്നേ ഉള്ളൂ, ഇപ്പോൾ ഒരു 7 മണി 7:15 ആവുന്നുള്ളൂ. അപ്പോഴേക്ക് ഏകദേശം പണികളൊക്കെ ഒരുങ്ങി കേട്ടോ. അപ്പോൾ അതുവരെയുള്ള എല്ലാ പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകി അവിടെ എടുത്തു വെക്കുകയാണ് കേട്ടോ. കാരണം ഈ പാത്രം കഴുകലൊരു പണി തന്നെയാണ് അല്ലേ. ബാക്കി പണി ഭക്ഷണം ഉണ്ടാക്കലൊക്കെ വേഗം കഴിയും. പിന്നെ എന്താ പറയുക, കുറച്ച് പാത്രങ്ങൾ കുറവുള്ള മാതിരി, എനിക്ക് അടുപ്പിൽ വെക്കുമ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കുറവുള്ള മാതിരിയാണ് തോന്നുക കേട്ടോ. സ്റ്റൗവിൽ വെക്കുന്നതിനെക്കാട്ടും കുറയും. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാനായി. അതിലേക്ക് ഞാൻ കുറച്ച് അരപ്പൊക്കെ ചേർത്തിട്ടോ. മോര് കൂട്ടിയിട്ടാണ് അരച്ചത്, അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ മോര് ചേർത്തില്ല. ആ മോര് കൂട്ടി അരച്ചു. അങ്ങനെ കൂട്ടാനായി. അതിന് കടുകൊക്കെ വറുത്തിട്ടു. കടുക് മുളക് കരിവേപ്പില എല്ലാം വറുത്തിട്ട് ആ കൂട്ടാൻ അവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. എല്ലാം പുട്ടും കറീൻ്റെ എല്ലാം ഒരുമിച്ചെടുത്ത് വെച്ചു. മോനേട്ടൻ രാവിലെ എഴുന്നേറ്റപ്പാട് ചായ വേണ്ട പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ കൂടെ മതി പറഞ്ഞിട്ട് ചൂടുവെള്ളം കുടിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, മോനേട്ടന് ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം കഴുകി അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി. ചോറൊക്കെ അരിയൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു. എനിക്കുള്ള അരിയും വാർത്തിട്ടുണ്ടായിരുന്നു. ബ്രൗൺ റൈസ് അത് ഞാൻ വെക്കുന്നത് കാണിച്ചില്ല, അതും അരി വാർത്ത് വെച്ച് കൂട്ടാനുമായി ഉപ്പേരി അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു വന്നു. മോനും കുളിച്ചു, ഞാനും കുളിച്ചു കേട്ടോ. ഞാൻ പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കുളിച്ചത്. അതിനുശേഷം ഞാനും കുളിച്ചു വന്നു. മോഹനേട്ടനും കുളിക്കാൻ പോയി. അപ്പോൾ അവന് ചായ വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ മോനേട്ടനുള്ള ചായ, ഇത് മോനുള്ള ഭക്ഷണമാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത്. അവൻ എന്തായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബനിയനും ജീൻസൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. സോക്സൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പാട്ട് ക്ലാസ്സിന് പോയത്. അപ്പോൾ അവൻ അതൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുക. ഷർട്ടേ ഇടണ്ടു, അത് ഭക്ഷണം കഴിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ പോയി. അപ്പോഴേക്കും ഞാൻ മോഹനേട്ടനുള്ള ചായ അവിടെ റെഡിയാക്കിട്ടോ. അങ്ങനെ മോഹനേട്ടനും ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള മുത്താറിപ്പുട്ടും ചെറുപയർ കറിയും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇന്നലെ കേട്ടോ ഒരു അരിദോശ കഴിച്ചത്, കഴിഞ്ഞ ശനിയാഴ്ച ദിവസം. കുറേ ആയി അരി ഭക്ഷണമൊന്നും കഴിക്കാതെ. അങ്ങനെ ഇന്നിപ്പോൾ മുത്താറിപ്പുട്ടും ചെറുപയർ കറിയും കൂടെ കഴിച്ചു. ഞങ്ങൾ 3 ആളും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ അവിടെ കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു വാരി തുടയ്ക്കലും ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അടിച്ചു വാരിയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയത്, എടുക്കാൻ അപ്പോഴേക്ക് ചാർജ് തീർന്നു. പെൺകുട്ടൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ എടുക്കാൻ പറ്റിയില്ല ചാർജ് തീർന്നുകൊണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുറപ്പെട്ടു കേട്ടോ. അത് മിഷ്യനിൽ അലക്കാനിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുറപ്പെട്ടു. വിനിക്കുട്ടൻ്റെ അതാ ഷർട്ടൊക്കെ ഇട്ടിട്ട് അവനും പുറപ്പെട്ടു, മോനേട്ടനും പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പാട്ട് ക്ലാസ്സിനൊക്കെ പോയി. അവിടെ റിലയൻസ് പോയി. അവിടെ ഓഫറിന് കുറേ സാധനം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ വാങ്ങിയിട്ടോ. ചവിട്ടിയൊക്കെ വാങ്ങി ടോയ്ലറ്റിൻ്റെ അടുത്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പച്ചക്കറികൾ, സാധനങ്ങളായിട്ട് വാങ്ങിയില്ല, പച്ചക്കറികൾ. പിന്നെ ഈ ഒരു ഡബ്ബ അരിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പാത്രം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആറിടാനുണ്ട്. ഞാൻ രാവിലെ അലക്കി വെച്ച് പോയതല്ലേ. അപ്പോൾ ഇതെന്തൊരു പിന്നെ ഒരു ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് കേട്ടോ, നമ്മുടെ മുത്താറീൻ്റെ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അലക്കിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. വന്നിട്ടാണ് ആറിയിട്ടത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.